അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ആമി അവളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയ അന്ന് രാത്രി റസിയ കിടക്കുകയാണ്. അവൾക്ക് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കാരണം ആമി ഉണ്ടായത് മുതലേ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാണ് റസിയ ശീലിച്ചിട്ടുള്ളത്. ആദ്യമായിട്ടാണ് റസിയ ഇല്ലാതെ ആമി അവളുടെ ഉമ്മാൻ്റെ വീട്ടിൽ പോകുന്നത്. ആമിക്ക് റസിയാനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നതും റസിയാക്ക് ആമിയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതും ഒരാശ്വാസമാണ്. അതുകൊണ്ട് ഇത്ര വലുതായിട്ടും ഇന്നേ വരെ അവർ തമ്മിൽ വേറെ വേറെ കിടന്നിട്ടില്ല. എന്നും അവർ അടുത്തടുത്തായിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് ആമി ഇല്ലാതെ റസിയാക്ക് ഉറക്കം വരാതെ അവളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു. റസാക്ക് ആമി ഉണ്ടായതിൻ്റെ ശേഷം റസിയയോട് എന്നും വെറുപ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കിടത്തത്തിൽ പോലും അവൻ ആ വേർതിരിവ് കാണിച്ചു. ആമിയും റസിയയും ഒരു റൂമിലും റസാക്കും അമീറും ഒരു റൂമിലും അങ്ങനെയാണ് കിടന്നിരുന്നത്. അമീറിനെയായിരുന്നു റസാക്കിന് പ്രിയം. അവനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ അവൻക്ക് ഉറക്കം വരികയുള്ളൂ. അതുപോലെ തന്നെ അമീറിനും ബാപ്പാനെ കെട്ടിപ്പിടിച്ച് കിടന്നാലേ ഉറക്കം വരികയുള്ളൂ. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് തന്നെ റസിയാക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ആമി അന്ന് കിടന്നത് അവളുടെ സെൽമോ മേമാൻ്റെ കൂടെയായിരുന്നു. എങ്കിലും അവൾക്ക് ഉമ്മാനെ ഒരുപാട് മിസ് ചെയ്തു. അത് അങ്ങനെയാണല്ലോ, ഉമ്മാൻ്റെ ചൂടേറ്റ് ഉറങ്ങുന്ന ആ ഒരു സുരക്ഷിതത്വം നമുക്ക് മക്കൾക്ക് മറ്റാരെയും കെട്ടിപ്പിടിച്ച് കിടന്നാലും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആ ഒരുപാട് അവൾക്ക് മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവളും ഇങ്ങനെ ഉറക്കം വരാതെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ സൽമു ചോദിച്ചു, എന്താ ആമി, നിനക്ക് ഉറങ്ങാറായില്ലേ? എന്താണ് നീ ഇങ്ങനെ ഉറക്കം വരാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, സൽമ മേമ ആദ്യമായിട്ടല്ലേ ഉമ്മാനെ വിട്ടു നിൽക്കുന്നത്. അതിൻ്റെ ഒരു വിഷമം ഞാനും ഉമ്മയും കെട്ടിപ്പിടിച്ചിട്ടാണ് എപ്പോഴും കിടക്കാറുള്ളത്. ഉമ്മാൻ്റെ ആ സങ്കടത്തിൽ ഞാനും എൻ്റെ സങ്കടങ്ങൾക്ക് ഉമ്മയും കൂട്ടാവും. ആ കെട്ടിപ്പിടുത്തത്തിൽ അതെല്ലാം ഇല്ലാതാവും. ഉമ്മച്ചി ഇപ്പോൾ തനിച്ചായിരിക്കും കിടക്കുന്നത്. അതാലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ ഉമ്മാനെ ഒറ്റക്കിട്ട് പോകുന്നത് ആമി? അത് കുഴപ്പമില്ല, സാരമില്ല, ഉമ്മച്ചി ഉറങ്ങിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ആമി പറഞ്ഞു, ഞാൻ ഉമ്മമാൻ്റെ ഉപ്പപ്പാൻ്റെ കൂടെ ഇതുവരെ നിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പോന്നതാണ്. ഉമ്മാനെ തനിച്ച് വിട്ടു പോരാൻ ആഗ്രഹമുണ്ടായിട്ടല്ല എന്നെല്ലാം പറഞ്ഞു. യാഥാർത്ഥ്യം എന്താണെന്ന് അവൾക്കും അതുപോലെ തന്നെ സൈനുവിനും അല്ലേ അറിയുകയുള്ളൂ. അത് ഇപ്പോൾ സൽമ മേമാനോട് പറഞ്ഞാൽ ഉമ്മ അറിയും, അതുപോലെ തന്നെ ഉമ്മമ്മയും ഉപ്പപ്പയും എല്ലാം അറിയും. അവരെല്ലാം വിഷമിക്കും. അതുകൊണ്ട് തൽക്കാലം അവൾ അത് അവരിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു. അവൾ കള്ളം പറഞ്ഞ് ഒഴിയുകയായിരുന്നു. ഇങ്ങനെയൊരു ഭർത്താവിനെയാണ് ഇത്താക്ക് കിട്ടിയത് എന്നാലോചിച്ചാൽ അവരെല്ലാം വിഷമിക്കും. അതുകൊണ്ട് അവരോട് തങ്ങളോ അറിഞ്ഞ് വിഷമിച്ചു താനും. അതുപോലെ തന്നെ തൻ്റെ ഇത്താക്കും അറിയാം ഏകദേശം കാര്യങ്ങൾ, സൈനുവിനും അറിയാം. ഇനി ആ വിഷമം മറ്റുള്ളവരെ കൂടി അറിയിക്കണ്ട എന്ന് കരുതി അവൾ എല്ലാം ഉള്ളിലൊതുക്കി കഴിയുകയായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞു, എന്നാൽ നമുക്ക് ഉറങ്ങാം സൽമ മേമ. ഇന്ന് ഉമ്മയാണെന്ന് കരുതി ഞാൻ മേമാനെ കെട്ടിപ്പിടിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മോൾ ഉറങ്ങിക്കോ, എന്നെ കെട്ടിപ്പിടിച്ച് എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആമിക്ക് ഓഫീസൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ചായയെല്ലാം കൂടി കഴിഞ്ഞ് അവരെല്ലാം ഇങ്ങനെ ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞ് ഇരിക്കുകയാണ്. ഇനി ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങൾ ഉപ്പപ്പ കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. കൂട്ടാനും അതുപോലെ തന്നെ ചോറും എല്ലാം ഉണ്ടാക്കാനുള്ളത്. അതുവരെ നമുക്ക് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ് 3 പേരും അവിടെ സിറ്റ് ഔട്ടിലിരുന്ന് വർത്തമാനങ്ങളൊക്കെ പറയുകയായിരുന്നു. എന്നാൽ ഇതേ സമയം സൈനു ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അത് മറ്റെവിടേക്കും ആയിരുന്നില്ല. പൊന്നൂസിൻ്റെ ഭർത്താവിനെ കണ്ട് അവന് 4 പൊട്ടിക്കണം. അവനറിയണം തൻ്റെ പെണ്ണിനെ തൊട്ടാലുള്ള അവസ്ഥ. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇറങ്ങുന്നത്. അവൻ ഇറങ്ങുന്നത് കണ്ട് അവൻ്റെ ഉമ്മ ചോദിച്ചു, അല്ല മോനെ, ഇന്ന് ഓഫീസൊന്നുമില്ലല്ലോ, നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നെല്ലാം ചോദിച്ചു. അവൻ പറഞ്ഞു, ഉമ്മ, ഞാനൊരു സ്ഥലം വരെ പോയി വരാം. എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാനുണ്ട്. അവൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതാണ്. ഞാൻ അവനെ ഒന്ന് കണ്ടേച്ച് വരാം എന്നെല്ലാം പറഞ്ഞു. എന്നാൽ ആയിക്കോട്ടെ മോനെ,
ഉച്ചക്കുണ്ടാവില്ലേ, ഭക്ഷണത്തിനുണ്ടാവില്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, നല്ല ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഉമ്മ, നിനക്കിഷ്ടമാണല്ലോ നല്ല ബീഫ് ബിരിയാണി, അതുകൊണ്ട് തന്നെ നല്ല ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, ആ ഉമ്മ ഉണ്ടാക്കിക്കോ, അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പിരിയും, ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ രാത്രിയൊക്കെ കഴിക്കാറുള്ളൂ, അല്ലാതെ ഉച്ചക്കൊന്നും ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കഴിക്കാറില്ല എന്ന് ഉമ്മക്കറിയില്ലേ, അതുകൊണ്ട് ഉമ്മ ധൈര്യമായി ഉണ്ടാക്കിക്കോ, ഉമ്മാൻ്റെ ആ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഞാൻ ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ മറ്റെവിടെ പോയി കഴിക്കാൻ, ഉമ്മ ഉണ്ടാക്കിക്കോ, ഞാൻ പെട്ടെന്ന് വരും, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 1 മണിക്കൂർ, അതിനുള്ളിൽ തന്നെ ഞാൻ വരും, അതുകൊണ്ട് ഉമ്മ ധൈര്യമായി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. ആ എന്നാൽ എൻ്റെ മോൻ പോയി വാ എന്നവർ സൈനുവിനോട് പറഞ്ഞു. പൊന്നൂസും അവളുടെ ഭർത്താവും റൂമിലായിരുന്നു. അപ്പോഴാണ് അവളുടെ ഉമ്മ വന്ന് പറഞ്ഞത്, അതായത് ഭർത്താവിൻ്റെ ഉമ്മ വന്ന് പറഞ്ഞത്, മോനെ, നിന്നെ കാണാൻ നിൻ്റെ ഏതൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, ഉമ്മറത്ത് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കയറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സിറ്റ് ഔട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പൊന്നൂസ് ചോദിച്ചു, ആരാ നിങ്ങളുടെ കൂട്ടുകാർ, ആരാ ഇപ്പോൾ നാവോ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ആരാ നാവോ എനിക്കും അറിയില്ലല്ലോ, ഞാനൊന്ന് പോയി നോക്കട്ടെ, നീയും വായോ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഉമ്മറത്തേക്ക് വന്നു. ഉമ്മറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്ന സൈനുവിനെ കണ്ടപ്പോൾ പൊന്നൂസിന് ആളെ മനസ്സിലായി. എന്നാൽ അവളുടെ ഭർത്താവിന് ആളെ മനസ്സിലായില്ല. അവനിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ഇതിപ്പോൾ ആരാണ്? എൻ്റെ സുഹൃത്താണ് എന്നാണ് ഉമ്മാനോട് പറഞ്ഞത്. അവനെ കണ്ടപാടെ സൈനു എണീറ്റ് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു, ഹലോ, എന്നെ മനസ്സിലായില്ലേ? എന്നെ ഓർമ്മയില്ലേ? എന്താടാ നീ കണ്ടിട്ട് അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നത് എന്നെല്ലാം ചോദിച്ച് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തു. ഇത് കണ്ടതും പൊന്നൂസിൻ്റെ ഭർത്താവ് ആകെ അന്തവിട്ട് നിൽക്കുകയാണ്. ഏതാണ് ഇവൻ? ഇനി എവിടെയെങ്കിലും വെച്ച് എപ്പോഴെങ്കിലും ചെറിയ പ്രായത്തിൽ തൻ്റെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കുമോ? അതുകൊണ്ട് തന്നെ മനസ്സിലായില്ല, അറിയില്ല എന്നൊന്നും പറയാൻ അവന് കഴിഞ്ഞില്ല. അവനും മനസ്സിലായ ഭാവത്തിൽ, മനസ്സിലായി, നീയോ, ഇരിക്കൂ, പേരെന്താണിപ്പോൾ പറഞ്ഞത്? എൻ്റെ വായിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ സെയിൻ പറഞ്ഞു, സെയിൻ, ഇപ്പോഴാണ് ഓർമ്മ വന്നത് എന്നെല്ലാം പറഞ്ഞു. ഉമ്മാൻ്റെയും അതുപോലെ തന്നെ തൻ്റെ ഭാര്യയുടെയും മുന്നിൽ വെച്ച് മനസ്സിലായിട്ടില്ല എന്ന് ഭാവിച്ചാൽ തനിക്കാണ് അതിൻ്റെ നാണക്കേട് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ അറിയും എന്നുള്ള ഭാവത്തിൽ തന്നെ കൈ കൊടുത്തു. എന്നാൽ സൈനുവിനെ മനസ്സിലായ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ പൊന്നൂസ് തന്നെയായിരുന്നു. അവളുടെ കല്യാണം ഉറപ്പിച്ചതും അതുപോലെ തന്നെ വലിയ മൂത്ത സ്വത്തുവിൻ്റെ കല്യാണത്തിൻ്റെ കടങ്ങൾ വീട്ടുവാനും അതുപോലെ തന്നെ ആമിയെ താനാണ് കല്യാണം കഴിക്കുന്നത് എന്നെല്ലാം പറയുന്ന ആ ഒരു പ്രശ്നത്തിന് സൈൻ തൻ്റെ വീട്ടിൽ വന്നതും ഉപ്പയുമായി സംസാരിച്ചതും എല്ലാം അതിനെല്ലാം സാക്ഷിയായിരുന്നല്ലോ പൊന്നൂസ്. അതുകൊണ്ട് അവൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. ആമി എല്ലാം സൈനുവിനോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ വന്നതായിരിക്കും സൈനു, അവൾ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ തന്നെ വേണം, ആണായാൽ തൻ്റെ പെണ്ണിനെ തൊട്ടാൽ അത് ചോദിക്കാൻ വരുന്ന തൻ്റെ ഇടമുള്ള ഒരാൾ തൻ്റെ ആമി ഭാഗ്യം ചെയ്തവളാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു ഭർത്താവിനെ അവൾക്ക് കിട്ടിയത്. തൻ്റെ ഭർത്താവിൻ്റെ ഒരു കാര്യം ഇങ്ങനെ പല പെണ്ണുങ്ങളെയും, അതും തൻ്റെ മറ്റൊരു പെണ്ണാണെങ്കിൽ തന്നെ സഹിക്കില്ല ഒരു പെണ്ണിനും. അപ്പോൾ തൻ്റെ ഭാര്യയുടെ സ്വന്തം അനിയത്തിയെ തൊട്ട ഇയാൾ എത്ര വൃത്തികെട്ടവനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഇയാൾക്ക് 2 കിട്ടിയാൽ ഏറ്റവും നന്ന്. ഇനി അതുകൊണ്ടെങ്കിലും അയാൾക്ക് നല്ല ബോധം വന്ന് മറ്റൊരു പെണ്ണിനെയും തൊടാൻ ധൈര്യപ്പെടാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നെല്ലാം അവൾ മനസ്സിൽ കണക്ക് കൂട്ടി. അതുകൊണ്ട് തന്നെ സെയിൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായിട്ട് പോലും മനസ്സിലാകാത്ത ഭാവത്തിൽ അയാൾക്ക് സെയിൻ എന്ത് ശിക്ഷയാണോ വിധിക്കുന്നത് അത് അയാൾ അനുഭവിച്ചേ തീരൂ എന്നെല്ലാം മനസ്സിൽ വിചാരിച്ച് പൊന്നൂസ് മിണ്ടാതെ നിന്നു. സെയിൻ പറഞ്ഞു, നമുക്ക് ഒന്ന് മാറി നിന്ന് സംസാരിക്കാം, ഒരത്യാവശ്യ കാര്യമുണ്ട്, നീ കുറച്ച് അപ്പുറത്തേക്ക് പോര് എന്നെല്ലാം പറഞ്ഞു. നമുക്ക് റോഡിൻ്റെ അവിടെ കുറച്ച് മാറി നിന്ന് സംസാരിക്കാം, ഇവിടെ നിന്ന് പോവാം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും പൊന്നൂസിൻ്റെ ഭർത്താവ്, ഏതായാലും തനിക്ക് ഇവനെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് തന്നെ വീട്ടിൽ കയറ്റിയിരുത്തി സൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, വേഗം ഇവൻ എന്താണെന്ന് പറയാനുള്ളത് എന്ന് വെച്ച് പറഞ്ഞിട്ട് വേഗം പോയിക്കോട്ടെ, അതുകൊണ്ട് പുറത്ത് പോയി സംസാരിക്കുക തന്നെയാവും നല്ലത് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ച് അവൻ എന്നാൽ നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി. ഇത് കണ്ടതും അവൻ്റെ ഉമ്മ പറഞ്ഞു, അല്ല മോനെ, ചായ എടുക്കണ്ടേ
എന്ന് ചോദിച്ചു. അപ്പോൾ സെയ്ൻ പറഞ്ഞു, വേണ്ട ഉമ്മ, എനിക്കല്പം ധൃതിയുണ്ട്. ഞാൻ ഇവനെ ഒന്ന് കണ്ട് സംസാരിച്ച് പോകാൻ വന്ന ഇതുവഴി പോയപ്പോൾ കയറിയതാണ്. സൽക്കാരമൊക്കെ സ്വീകരിക്കാനും ചായ എല്ലാം കുടിക്കാൻ ഞാൻ പിന്നീട് വരാം കേട്ടോ, ഉമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ മോനെ, എന്നാൽ നിങ്ങൾ പോയി സംസാരിച്ചു വായോ എന്ന് പറഞ്ഞ്, മോളെ ഇങ്ങോട്ട് പോര്, നമുക്ക് അടുക്കളയിൽ പണിയില്ലേ, നമുക്ക് നമ്മുടെ ജോലിയിലേക്ക് പോവാമെന്നെല്ലാം പറഞ്ഞ് പൊന്നൂസിനെ വിളിച്ച് അവളുടെ അമ്മായിമ്മ അടുക്കളയിലേക്ക് പോയി. അവൻ്റെ ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ ഒരു പെങ്ങളുണ്ട്. അവരെല്ലാം നല്ല മനുഷ്യന്മാരാണ്. അതാണ് പൊന്നൂസിൻ്റെ ഏകൊരു ആശ്വാസം. അവളെ കെട്ടി ഭർത്താവ് ഇവൻ മാത്രമുള്ള ഒരു വായി നോക്കിയും അതുപോലെ തന്നെ ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ആളും. വീട്ടിലുള്ളവരെല്ലാം നല്ലതാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് താൽക്കാലിക ആശ്വാസം, ആ ഒരു ജീവിതത്തിൽ ആകെയുള്ളൊരു ആശ്വാസം അതാണ്. അങ്ങനെ റോഡിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു പറമ്പ് പോലെ ഒരു സ്ഥലമുണ്ട്. അങ്ങോട്ടാണ് നമ്മുടെ സെയ്നു പൊന്നൂസിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇവൻ്റെ ഈ പോക്കെല്ലാം കണ്ട് ഒന്നും മനസ്സിലാകാതെ പൊന്നൂസിൻ്റെ ഭർത്താവ് ചോദിച്ചു, ഹേ മിസ്റ്റർ, നിങ്ങൾ എങ്ങോട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? നിങ്ങൾ വീട്ടിൽ വന്ന് അങ്ങനെ ഉമ്മറത്ത് കയറിയിരുന്ന് എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് നിങ്ങളെ അറിയില്ല എന്ന് ഞാൻ പറയാതിരുന്നത് ഇനി അതൊരു മാനക്കേട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ സെയ്ൻ ചോദിച്ചു, നിനക്ക് ഇതുവരെയും എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ? പിന്നെ എന്തിനാടാ നീ മനസ്സിലായി എന്ന് പറഞ്ഞ് എനിക്ക് കൈ തന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ, ഉമ്മാൻ്റെയും എൻ്റെ ഭാര്യയുടെയും മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ പരിചയമുണ്ടോ എന്നെല്ലാം ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തല്ലാത്ത ഒരാൾ എൻ്റെ ഉമ്മറത്ത് കയറിയിരുന്ന് എൻ്റെ സുഹൃത്താണെന്ന് കള്ളം പറഞ്ഞു എന്ന് അവരുടെ മുന്നിൽ നിങ്ങൾക്കതൊരു മാനക്കേടാവേണ്ട എന്ന് കരുതിയാണ് ഞാൻ കള്ളം പറഞ്ഞത്. അല്ല, എനിക്ക് അറിയില്ല നിന്നെ എന്ന് പറഞ്ഞാൽ നീ അവിടെ നിന്ന് ആകെ മാനം കെട്ടി ഇറങ്ങിപ്പോവേണ്ടി വരില്ലേ? അതുകൊണ്ട് ഞാൻ ഒരു ഔദാര്യം പോലെ കാണിച്ചതാണ് എന്നെല്ലാം പറഞ്ഞു. അവൻ്റെ ഈ വീമ്പു പറച്ചിൽ കൂടി കേട്ടപ്പോൾ സൈനുവിൻ്റെ കൈ തരിച്ചു. അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞ് ഒരടി കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാമെടാ ഞാൻ ആരാണെന്ന്. എൻ്റെ പെണ്ണിനെ തൊട്ട് നിന്നെ ഇനി വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് പൊന്നൂസിൻ്റെ ഭർത്താവിൻ്റെ ഈ കോളറിൽ കുത്തിപ്പിടിച്ച് അവൻ 4 ഇടിയിടിക്കുകയായിരുന്നു. ഇത് അനുഭവിച്ചതും അയാൾ എന്നെ വിട് എന്ന് പറഞ്ഞുകൊണ്ട് സൈനുവിനെ ശക്തിയിൽ ആഞ്ഞു തള്ളി. ഹേ മിസ്റ്റർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടൊരു മര്യാദ കാണിച്ചപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ച് തല്ലുന്നോ? നിൻ്റെ ഏത് പെണ്ണിനെയാണ് ഞാൻ തൊട്ടത്? എനിക്കിപ്പോഴും നീ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആൾ മാറിക്കാണും. എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ സെയ്ന് പറഞ്ഞു, എനിക്ക് ആളൊന്നും മാറിയിട്ടില്ലടാ. നിൻ്റെ ഭാര്യയുടെ അനിയത്തിയില്ലേ അമാന, അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ഞാൻ. നീ എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ചു നോക്കി. ഈ സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ്മാൻ സെയ്ൻ അഹമ്മദ്, നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. റാഹത്ത് ഗ്രൂപ്പ് എൻ്റെ ബിസിനസ് സ്ഥാപനമാണ്, അതിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇത് കേട്ടതും അവൻ ആകെ അന്തം വിട്ടു. അപ്പോഴാണ് അവൻക്ക് കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലായത്. ഇതിനിടയിൽ ഇങ്ങനെയുമൊരു കളി ഉണ്ടായിരുന്നോ എന്നെല്ലാം അവൻ മനസ്സിൽ വിചാരിച്ചു. അവളെ കെട്ടാൻ വേണ്ടി ഒരുത്തൻ നിൽക്കുന്നുണ്ടോ? എന്നാൽ ആ കാര്യമൊന്നും ആരും തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും അവൻക്ക് അറിയാമായിരുന്നു റാഹത്ത് ഗ്രൂപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഓണർ സെയ്ൻ, അതുപോലെ തന്നെ അവൻ്റെ ഉപ്പ, എല്ലാവരെയും കുറിച്ച് അവൻ കേട്ടിട്ടുണ്ട്. എന്നാൽ സെയ്നുവിനെ ആദ്യമായിട്ടാണ് അവൻ നേരിട്ട് കാണുന്നത്. ഏതായാലും പരിചയപ്പെടൽ ഗംഭീരമായിരിക്കുന്നു. അങ്ങനെയാണ് സന്ദർഭം. അങ്ങനെ അവൻ മനസ്സിൽ വിചാരിച്ചു, അത് ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ ഒന്നും ഇങ്ങനെ സംസാരിക്കാനാകാതെ നിന്നു. സെയ്ൻ ചോദിച്ചു, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേടാ ഏത് വകയിലാണ് നിനക്ക് കിട്ടിയത് എന്ന്? നീ ഒരു കാര്യം ആലോചിച്ചോ? നിൻ്റെ ഭാര്യയുടെ അനിയത്തി, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് അവളുടെ ഇനി മുതൽ അവളുടെ മേലൊന്ന് സ്പർശിക്കുക പോയിട്ട് അവളുടെ നേർക്ക് നിൻ്റെ ഒരു വേണ്ടാത്ത കണ്ണ് പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്നെ പിന്നെ വെച്ചേക്കില്ല. മനസ്സിലാക്കിക്കോ. ഈ സെയ്ൻ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഒന്ന് വന്ന് അന്വേഷിച്ച് നോക്ക്. ഇനി മേലിൽ ആ കാര്യങ്ങൾ ആവർത്തിക്കരുത്. ഏതായാലും ഇനി നീ അവിടെ വരുമ്പോൾ അവൾ അവിടെ ഉണ്ടാവില്ല. അവളെ ഞാൻ അവളുടെ ഉമ്മാൻ്റെ വീട്ടിൽ ആക്കിയിട്ടുണ്ട്.
ഇനി കല്യാണം കഴിഞ്ഞാലും അവൾ വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ നമ്മൾ വീട്ടുകാരാണ്, പല സാഹചര്യത്തിലും ഒന്നിച്ച് ഇടപെടേണ്ട ആളുകളാണ്. നിന്നെ പേടിച്ച് എത്ര കാലമെന്ന് വെച്ചാണ് അവളെ മാറ്റി നിർത്തുക. പിന്നെ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല, കല്യാണം കഴിയുന്നത് വരെ എൻ്റെ പെണ്ണിന് ഒരു ഏനക്കേടുണ്ടാവരുത് എന്ന് വെച്ചാണ് അവളെ അവിടെ നിർത്തിയിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ അവൾ തനിച്ചുമൊക്കെ ആ വീട്ടിൽ വന്ന് നിൽക്കും. പിന്നെ ഞാൻ മഹർ ചാർത്തിയ എൻ്റെ പെണ്ണിൻ്റെ നേർക്ക് നിൻ്റെ ഒരു നോട്ടം പോലും ഉണ്ടായി ഞാൻ എന്നറിഞ്ഞാൽ, അതിന് മുൻപ് തന്നെ ഉണ്ടായി എന്നറിഞ്ഞാൽ, പിന്നെ നീ ഈ ഭൂമുഖത്തെ ഉണ്ടാകില്ല, മനസ്സിലാക്കി വെച്ചോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സെയ്ൻ അവിടെ നിന്ന് പോയി. തൻ്റെ മുഖത്ത് കിട്ടിയ ആ ഒരു അടിയുടെ ശക്തി തന്നെ മതിയായിരുന്നു പൊന്നൂസിൻ്റെ ഭർത്താവ് അവൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറാൻ. മുഖം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് മറ്റാരും കണ്ടിട്ടില്ലല്ലോ എന്ന് ചുറ്റുപുറം നോക്കിക്കൊണ്ട് അവനും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. ഉമ്മറം അടിച്ചുകോരാൻ വന്ന പൊന്നൂസ് കയറി വരുന്ന അവളുടെ ഭർത്താവിനെ കാണുന്നുണ്ടായിരുന്നു. മുഖം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത്. അത് കണ്ടതും അവൾ ഉള്ളിലിങ്ങനെ ചിരിച്ചു. അവന് കാര്യമായിട്ട് നന്നായി കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയ പോലെയല്ല മുഖം, ആകെ ചുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആകെ വാടിക്കുഴഞ്ഞ പോലെയുള്ള അവൻ്റെ നടത്തം കണ്ടപ്പോൾ തന്നെ സൈനുവിൻ്റെ കയ്യിൽ നിന്ന് നന്നായി കിട്ടിയിട്ടുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അത് വേണം, അയാൾ അത് അനുഭവിക്കണം. ഇവിടെ വന്ന് ഈ ഒരു ദിവസം വരെ തന്നെ ഒരു ഭാര്യയായി കണ്ടിട്ടില്ല. അയാളുടെ ആവശ്യം തീർക്കാനുള്ള എന്തൊരു ഉപകരണം. അല്ലാത്ത സമയത്തെല്ലാം അയാൾ തന്നെ ഉപദ്രവിക്കുകയും വാക്കുകൊണ്ടും അതുപോലെ തന്നെ തരം കിട്ടുമ്പോഴെല്ലാം നുള്ളിയും പിച്ചിയും പിടിച്ചു തള്ളിയുമെല്ലാം ഉപദ്രവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ വേദനയുടെ ഒരു നീറ്റിൽ അയാളും അനുഭവിക്കണം എന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിച്ചു. അവൻ ഉമ്മറത്തേക്ക് കയറിയപ്പോഴേക്കും അവൻ്റെ ഉമ്മയും എത്തി. എന്താ മോനെ, നിൻ്റെ കൂട്ടുകാരൻ എന്തിനു വന്നതാണ് എന്നെല്ലാം ചോദിച്ചു അവർ. അപ്പോൾ അവൻ പറഞ്ഞു, അവനോ, അവൻ്റെ പെങ്ങളുടെ കല്യാണമുണ്ട് ഉമ്മ, അതിന് കുറച്ച് പൈസ കടം ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അവൻ്റെ ഉമ്മ ചോദിച്ചു, എന്നിട്ട് നീ എന്തു പറഞ്ഞു? അപ്പോൾ അവൻ പറഞ്ഞു, ഉപ്പാൻ്റെ പൈസയല്ലേ, ഞാനിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ജോലിയൊന്നുമില്ലല്ലോ, അത് ഞാൻ എങ്ങനെ എടുത്തു കൊടുക്കും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവനോട്, ഇപ്പോൾ ബിസിനസ് എല്ലാം ഡള്ളായി കിടക്കുകയാണ്, ഉപ്പാൻ്റെ ബിസിനസ്സാണ് എങ്കിൽ കൂടി അതിൽ ഞാനും പാർട്ണറാണ് എന്നാണ് അവൻ്റെയൊക്കെ വിചാരം. അതുകൊണ്ട് തന്നെ ഒക്കെ ഡള്ളായി കിടക്കുകയാണ്, പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ പൊന്നൂസ് ഉള്ളിൽ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കോടീശ്വരനായ ഒരാളാണ് വന്നത് എന്ന് പാവം ഉമ്മക്കറിയില്ല. ഉമ്മാനെ എന്തെങ്കിലും നുണ പറഞ്ഞ് ഇയാൾക്ക് തെറ്റിദ്ധരിപ്പിക്കാം. എന്നാൽ വന്നതാരാണെന്നും ആളുടെ ഉദ്ദേശം എന്താണെന്നും എനിക്കറിയാം. ഇയാൾക്ക് അത് ഉമ്മാനോട് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇയാൾ അനുഭവിക്കുന്ന ആ വിമ്മിഷ്ടം തനിക്ക് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ഇത്രയും കോടീശ്വരനായ ഒരാൾ പണം കടം ചോദിക്കാൻ വന്നിരിക്കുകയാണെന്ന് വിഡ്ഢി, തനിക്ക് അവനെ അറിയില്ല എന്നാണ് ഇയാളുടെ വിചാരം എന്നെല്ലാം മനസ്സിൽ ആലോചിച്ച് പൊന്നൂസ് ഇങ്ങനെ ചിരിച്ചു. അവളുടെ ആ മുഖത്തെ ഒരു ചെറിയ പുഞ്ചിരി അവളുടെ ഭർത്താവ് കാണുന്നുണ്ടായിരുന്നു. എന്താടി നിനക്കൊരു ഇളി, നീ എന്താണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, ഒന്നുമില്ല, ഇക്കാൻ്റെ ബിസിനസ് എല്ലാം ഡള്ളായിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ് എന്നെല്ലാം പറഞ്ഞു. അതിനെന്തിനാടി നീ എന്നെ കളിയാക്കുന്നു? ഞാൻ കളിയാക്കിയില്ലല്ലോ. ഞാൻ എന്താ ഇപ്പോൾ മനുഷ്യനൊന്ന് വെറുതെ ചിരിക്കാനും പാടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇങ്ങനെ ഉമ്മ കേൾക്കാതെ അവൾക്ക് കേൾക്കാൻ മാത്രം സ്വകാര്യമായി അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെടി, നീ അങ്ങോട്ട് റൂമിലേക്ക് വാ, ഉമ്മാൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി. പൊന്നൂസിന് മനസ്സിലായി അയാൾ അനുഭവിക്കുന്ന, ഇപ്പോൾ ശരീരത്തിൽ അനുഭവിക്കുന്ന ആ വേദന തനിക്ക് അയാൾ ഏൽപ്പിക്കുന്ന ആ വേദനയുടെ അത്രയൊന്നും ഏതായാലും വരില്ല, അനുഭവിക്കട്ടെ എന്നെല്ലാം വിചാരിച്ച് അവൾ അവളുടേതായ ജോലിയിൽ മുഴുകി.